ഓർമ്മകളിൽ മയങ്ങിയ വരുണിനെ പ്രസാദ് വിളിച്ചുണർത്തി. വരുൺ ഓർമ്മകളിൽ നിന്ന് മെല്ലെ ഉണർന്നു. എന്നിട്ട് പ്രസാദിനെ നോക്കി. ഇനി എങ്ങോട്ടാ പോവേണ്ടത്? കോട്ടയം ടൗണിലെത്തി, പ്രസാദ് വരുണിനോട് ചോദിച്ചു. അത് കേട്ട് വരുൺ അവൻ്റെ ഫോണിൽ നിന്ന് മാത്യു അയച്ചു തന്ന ലൊക്കേഷൻ ഓൺ ചെയ്തു. എന്നിട്ട് വരുൺ പ്രസാദിന് വഴി പറഞ്ഞു കൊടുത്തു. അവൻ പറയുന്ന വഴിയെ പ്രസാദ് വണ്ടി ഓടിച്ചു. മണിക്കൂറുകൾ കഴിഞ്ഞതും അവർ മാത്യുവിൻ്റെ വീട്ടിലെത്തി. വരുൺ എത്തിയപ്പോഴേക്കും സമയം ഉച്ച കഴിഞ്ഞിരുന്നു. മിന്നുകെട്ട് കഴിഞ്ഞ റിസപ്ഷൻ സമയമായിരുന്നു. പ്രസാദ് കാർ പാർക്കിങ്ങിൽ നിർത്തി. പിന്നെ വരുണും അവനും കാറിൽ നിന്ന് ഇറങ്ങി നടന്നു. മാത്യുവിൻ്റെ വലിയ കുടുംബമായതുകൊണ്ട് തന്നെ നിറയെ അതിഥികളും വാഹനങ്ങളും തന്നെയുണ്ട്. മുറ്റത്തിൻ്റെ തുടക്കം ഒരു കവാടം പോലെ അലങ്കരിച്ചിരിക്കുന്നു. പ്രസാദും വരുണും ആ കവാടത്തിലൂടെ അകത്തേക്ക് നടന്നു. അങ്ങനെ അവർ ഒരു മണ്ഡപം പോലെ അലങ്കരിച്ചിരിക്കുന്ന മുറ്റത്തേക്ക് വന്നെത്തി. അവർ അവിടെ എത്തിയതും വരുണിൻ്റെ അടുത്തേക്ക് എവിടെ നിന്നോ ആനന്ദ് ഓടി വന്നു. ആനന്ദ് ഏതോ പരിചയക്കാരനോട് സംസാരിച്ച് നിൽക്കുമ്പോഴാണ് വരുൺ വരുന്നത് അവൻ കണ്ടത്. അവൻ സന്തോഷം സഹിക്കാനാവാതെ ഓടി വന്നതാണ്. ആനന്ദ് വരുണിൻ്റെ അടുത്തെത്തിയതും അവർ തമ്മിൽ സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. വരുണിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ആനന്ദിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പൊഴിയുന്നുണ്ടായിരുന്നു. ഞങ്ങളെയൊക്കെ മറന്നോ നീ ഒന്ന് വിളിക്കെങ്കിലും ചെയ്യായിരുന്നില്ലേ? വരുണിന് ഒന്നും പറയാനുള്ള അവസരം കൊടുക്കാതെ ആനന്ദ് അവൻ്റെ മനസ്സിലുള്ള വേവലാതികൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. വരുൺ ഒരു ചെറു പുഞ്ചിരിയോടെ ആനന്ദിനെ നോക്കി നിന്നു. കഴിഞ്ഞോ നിന്റെ പരിഭവം? അത് കേട്ട് ആനന്ദ് അവൻ്റെ സംസാരം നിർത്തി വരുണിനെ രൂക്ഷമായി നോക്കി. പിന്നെ അവൻ വരുണിനെ കെട്ടിപ്പിടിച്ചു. ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? ഞാൻ എവിടേക്ക് നോക്കി? പെട്ടെന്ന് ഒരു പെൺശബ്ദം കേട്ട് വരുണും ആനന്ദും അങ്ങോട്ടേക്ക് നോക്കി. തങ്ങളുടെ നേരെ വരുന്ന ആ പെൺകുട്ടിയെ സംശയത്തോടെ നോക്കിയപ്പോൾ ആനന്ദ് മാത്രം ഒരു ചെറു പുഞ്ചിരിയോടെ നിന്നു. ആ പെൺകുട്ടി ആനന്ദിൻ്റെ മുന്നിൽ നിന്നു. ആനന്ദ് അവളെ ഒന്ന് നോക്കിയ ശേഷം വരുണിനെ നോക്കിക്കൊണ്ട് ആനന്ദ് പറഞ്ഞു, ഇവൾ രേണുക, എൻ്റെ ഭാര്യയാണ്. ആനന്ദ് അവളെ വരുണിന് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾക്കും വരുണിനെയും പരിചയപ്പെടുത്തി. കുറച്ചു നേരം അവരങ്ങനെ സംസാരിച്ചതിന് ശേഷം അവർ റിസപ്ഷൻ നടക്കുന്നിടത്തേക്ക് പോയി. ഈ സമയം ലിസിക്കും മാത്യുവിനും സ്റ്റേജിൽ അതിഥികൾ സമ്മാനം നൽകുകയും ഫോട്ടോ എടുക്കുകയുമായിരുന്നു. വരുണും പ്രസാദും തങ്ങളുടെ കയ്യിലുള്ള ഗിഫ്റ്റുമായി സ്റ്റേജിലേക്ക് പോയി. എന്നിട്ട് അവർക്ക് ഗിഫ്റ്റ് നൽകി ഒരു ഫോട്ടോയും എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി വന്നു. വരുൺ കുറച്ചു നേരം അവിടെ ചെലവഴിച്ച ശേഷം രാത്രിയായപ്പോൾ മാത്യു അതിഥികൾക്കായി ഏർപ്പാടാക്കിയ റിസോർട്ടിലേക്ക് പ്രസാദിനെയും കൂട്ടിപ്പോയി. അവിടെ തന്നെയാണ് ആനന്ദും സ്റ്റേ ചെയ്യുന്നത്. ആനന്ദും രേണുകയും വരുണിനോട് രാവിലെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി. പ്രസാദും വരുണും അവിടുത്തെ ജോലിക്കാരനൊപ്പം അവർക്ക് അനുവദിച്ച മുറിയിലേക്കും പോയി. മുറിയിലെത്തിയതും രണ്ടുപേരും വല്ലാത്ത ക്ഷീണം കാരണം നേരത്തെ തന്നെ ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ പ്രസാദും വരുണും ഫ്രഷായി റിസോർട്ടിലെ കഫേയിൽ കോഫി കുടിക്കാനായി പോയി. അവർ കഫേയിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വരുൺ ആ റിസോർട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത്. മനോഹരമായ വലിയൊരു റിസോർട്ട് തന്നെയായിരുന്നു അത്. ഇങ്ങോട്ട് വന്നത് രാത്രി ആയതുകൊണ്ട് തന്നെ അവൻ റിസോർട്ട് ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റാതെ പോയിരുന്നു. അവൻ ചുറ്റുമുള്ള പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നടന്നു. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കെ ആനന്ദും രേണുകയും അങ്ങോട്ടേക്ക് വന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ഗായ്സ്. ആനന്ദ് വരുണിനെയും പ്രസാദിനെയും വിഷ് ചെയ്തു. അവർ തിരിച്ചും അങ്ങോട്ടേക്ക് വിഷ് ചെയ്തു. അവരും വരുണിൻ്റെയും പ്രസാദിൻ്റെയും അടുത്തിരുന്നു. അവർ അവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിച്ച് അല്പനേരം സംസാരിച്ച ശേഷം അവിടെ നിന്ന് പോയി. രാത്രി റൂമിൽ വരുൺ ഇരിക്കുന്ന സമയത്ത് വരുണിൻ്റെ ഫോൺ ബെല്ലടിച്ചു. അവൻ ഫോണിലേക്ക് നോക്കിയപ്പോൾ ഡിസ്പ്ലേയിൽ വൈഫ് എന്ന് തെളിഞ്ഞതും അവൻ ഫോൺ സൈലൻ്റ് ചെയ്തു വെച്ചു. അപ്പോൾ പ്രസാദ് തൻ്റെ ഫോണുമായി അകത്തേക്ക് വന്നു. അവൻ്റെ മുഖത്ത് ഒരു ടെൻഷൻ കാണാം. പ്രസാദ് തൻ്റെ ഫോൺ വരുണിനെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വരുണേട്ടാ, സാറിൻ്റെ ഫോൺ ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞു. വരുണാണ് ഫോൺ വാങ്ങി തൻ്റെ ചെവിയിൽ വെച്ചത്. ഹലോ സർ, നീ എവിടെയാണെന്ന് എനിക്കറിയണ്ട. എവിടെയാണെങ്കിലും പെട്ടെന്ന് ഊട്ടിയിലെത്തണം. ഞാൻ ഒരാഴ്ച ഊട്ടിയിലുണ്ടാവും. വരുൺ എന്തെങ്കിലും തിരികെ പറയുന്നതിന് മുമ്പേ ഫോൺ കട്ടായി. വരുൺ ഫോൺ പ്രസാദിനെ ഏൽപ്പിച്ച സോഫയിൽ ചാരിക്കിടന്നു.
പിറ്റേ ദിവസം വരുണും പ്രസാദും മാത്യുവിനോടും ബാക്കിയുള്ളവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞതും മാത്യുവും ലിസിയും ഊട്ടിയിലേക്ക് ഹണിമൂണിന് പോയി. അവരുടെ കൂടെ ആനന്ദിനെയും രേണുകയും കൂട്ടി. അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസമേ ആയിട്ടുള്ളൂ. അങ്ങനെ അവർ 4 പേരും ഊട്ടിയിലെത്തി. അവിടെ ഒരു വലിയ ഹോട്ടലായ RK ഹോട്ടലിൽ റൂം എടുത്തു. സമയം രാത്രി ആയതുകൊണ്ട് തന്നെ അവർ വിശ്രമിച്ചു. പിറ്റേ ദിവസം രാവിലെ അവർ ഹോട്ടൽ ഒട്ടാകെ കറങ്ങി നടന്ന് ഹോട്ടലിൻ്റെ പുറത്തു നിന്ന് ഹോട്ടലിൻ്റെ വലിപ്പം നോക്കി രേണുക പറഞ്ഞു, എന്തു വലിയ ഹോട്ടലല്ലേ ഇത്. വലിയ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഓണർ. പിന്നല്ലാതെ RK ഗ്രൂപ്പ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? അവരുടെ ഈ ഹോട്ടൽ. പെട്ടെന്ന് അവിടെ ഒരു പയ്യൻ വന്നു നിന്നു. ഞാൻ ജയൻ, നിങ്ങളുടെ ഗൈഡാണ്. ജയൻ അവനെ സ്വയം പരിചയപ്പെടുത്തി. RK ഗ്രൂപ്പ്സ്. ഞാൻ ചെറുതായി എവിടെയോ കേട്ട പോലെ. RK എന്ന അറുമുഖൻ കോട്ടി, അദ്ദേഹത്തിൻ്റെയാണ് ഈ ഹോട്ടൽ. ഒരു തമിഴൻ, പക്ഷേ നന്നായിട്ട് മലയാളം പറയും. തമിഴ്നാട്ടിലെ തന്നെ 80% ബിസിനസ്സും അവരുടേതാണ്. ജയൻ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും അവനെ ആരോ വിളിച്ച് അവൻ അങ്ങോട്ടേക്ക് പോയി. ജയൻ പോയതും മാത്യുവും ആനന്ദും ലിസിയും രേണുകയും പുറത്തേക്ക് പോകാൻ കാറിനടുത്തേക്ക് തിരിഞ്ഞതും അങ്ങോട്ടേക്ക് ഒരു കാർ വന്നു നിന്നു. കാറിൽ നിന്ന് വരുണും പ്രസാദും ഇറങ്ങി വരുന്നത് കണ്ട് അവർ അതിശയത്തോടെ നോക്കി നിന്നു. അവരെ കണ്ടതും പ്രസാദും വരുണും ഒരു ചെറുപുഞ്ചിരിയോടെ അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങളെന്താ ഇവിടെ? വരുൺ അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഞങ്ങൾ വെറുതെ കറങ്ങിറങ്ങിയതാ. അതുപോട്ടെ, നീ എന്താ ഇവിടെ? മാത്യു ആണ് ചോദിച്ചത്. ഞാനൊരു ചെറിയ ബിസിനസ് മീറ്റിങ്ങിന് വന്നതാണ്. എന്നാൽ ശരി, ഞങ്ങൾ പോകുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് കാണാം കേട്ടോ. അതും പറഞ്ഞുകൊണ്ട് വരുണും പ്രസാദും അവിടെ നിന്ന് പോയതും ജയൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഹോട്ടലിലേക്ക് ഒരു സ്പോർട്സ് കാർ അങ്ങോട്ടേക്ക് വന്നു. അതിൽ നിന്ന് ഒഫീഷ്യൽ ലുക്കിൽ ഒരു യുവാവ് ഇറങ്ങി. അവനെ കണ്ടതും ജയൻ മാത്യുവിനോടും കൂട്ടുകാരോടും പറഞ്ഞു, ഇതാണ് വിക്രാന്ത്, RKയുടെ കൊച്ചുമകനാണ്. വിക്രാന്ത് പോയി കഴിഞ്ഞതും ഹോട്ടലിൻ്റെ പാർക്കിങ്ങിലേക്ക് ഒരു ആഡംബര കാർ വന്നു നിന്നു. കാറിൽ നിന്ന് ഒരു സുന്ദരിയായ പെൺകുട്ടി ഇറങ്ങി വന്നു. മുഖത്ത് ഒരു കൂളിംഗ് ഗ്ലാസും അണിഞ്ഞ് മോഡേൺ ഡ്രസ്സും അണിഞ്ഞാണ് വരുന്നത്. അവളെ കണ്ടതും ലിസിയുടെയും രേണുകയുടെയും മുഖം വിടർന്നു. അത് ഫേമസ് സിനിമാ നടി അനാമിക അല്ലേ? രേണുക സന്തോഷത്തോടെ പറഞ്ഞു. അവരെ നേരിൽ കാണാനും എന്തു ഭംഗിയല്ലേ? ലിസി കൂട്ടിച്ചേർത്തു. മാത്യുവും ആനന്ദും അവർ പറയുന്നത് കേട്ട് അങ്ങോട്ടേക്ക് നോക്കി. അനാമിക തൻ്റെ PA സ്വാതിയുടെ കൂടെ ഹോട്ടലിലേക്ക് പോയി. ഇവര് തമിഴ് നടിയല്ലേ? ഒരു മലയാള സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ എന്നാ തോന്നുന്നേ. ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നല്ലേ കേട്ടത്? ആനന്ദ് പറഞ്ഞു. ഇവരുടെ വിവാഹം RKയുടെ കൊച്ചുമകനായിട്ടാണ് നടന്നതെന്ന ന്യൂസ്. പക്ഷേ ആളാരാണെന്നറിയില്ല. ചിലപ്പോൾ വിക്രാന്ത് ആയിരിക്കും. നമ്മൾ എന്തിനാ അവരെക്കുറിച്ച് ആലോചിച്ച് സമയം കളയുന്നേ? ജയൻ പറഞ്ഞു. ജയൻ പറയുന്നത് കാര്യമാണെന്ന് അവർക്ക് തോന്നി. അവർ ജയനോടൊപ്പം പുറത്തേക്ക് പോയി. ഇതേ സമയം RK ഹോട്ടലിൽ ഒരു കോൺഫറൻസ് റൂം. ഒരു വീൽ ചെയറിൽ ആറുമുഖം കോട്ടി എന്ന RK ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്തായി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ സേതുപതി നിൽക്കുന്നു. അദ്ദേഹത്തിനൊപ്പമാണ് ഹാളിൽ വിക്രാന്തും അനാമികയും RKയുടെ മൂത്ത മകനും വിക്രാന്തൻ്റെ അച്ഛനുമായ വിനായകൻ കോട്ടിയും. വിനായകൻ്റെയും അനുജൻ മുരുകൻ കോട്ടിയും ഇരിക്കുന്നു. അവരുടെ അടുത്തായി വരുണും ഇരിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് പ്രസാദ് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ നിങ്ങളെ വിളിച്ചു വരുത്തി എന്താണെന്ന് വെച്ചാൽ, നമ്മളറിയാതെ ഒരു ശത്രു പൊന്തി വന്നിരിക്കുന്നു. ആ ശത്രു ആരാണെന്നറിയണം. പിന്നെ നമ്മൾ കേരളത്തിൽ തുടങ്ങാൻ പോകുന്ന പുതിയ പ്രോജക്റ്റിനെ കുറിച്ച് പറയാനാണ്. അതും പറഞ്ഞുകൊണ്ട് RK വരുണിനെ നോക്കി. മോനെ വരുൺ, RK ഗ്രൂപ്പ്സിൻ്റെ CEO എന്ന നിലയ്ക്ക് നിൻ്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രോജക്റ്റ് വിക്രാന്തിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. അവൻ ഇത് നന്നായി ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതും പറഞ്ഞ് വരുൺ വിക്രാന്തിനെ പുഞ്ചിരിയോടെ നോക്കി. വിക്രാന്തും അവനെ പുഞ്ചിരിയോടെ നോക്കി. അതാണ് തീരുമാനമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. അതും പറഞ്ഞ് RK മറ്റു കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. കേരളത്തിലെ ഏതോ ഒരു ഗ്രാമത്തിലുണ്ടായിരുന്ന വരുൺ എങ്ങനെ തമിഴ്നാട്ടിൽ RK ഗ്രൂപ്പ്സിൻ്റെ CEO ആയത്? തങ്ങളുടെ ശത്രു ആരാണെന്ന് അവർ മനസ്സിലാക്കുമോ? വരുണിൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? കീർത്തന എവിടെയാണ്?